ഹായ് ഗായ്സ്, എല്ലാവർക്കും PSC പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? ഒന്നാമത്തെ ചോദ്യം: പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ. ഓപ്ഷൻസ്: എ ഫൈറ്റോക്രോം, ബി ഓക്സിൻ, സി മാനിറ്റോൾ, ഡി എറിത്രീൻ. ഉത്തരം ഓപ്ഷൻ എ ഫൈറ്റോക്രോം. രണ്ടാമത്തെ ചോദ്യം: റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. ഓപ്ഷൻസ്: എ ബേക്കലൈറ്റ്, ബി പോളിത്തീൻ, സി ടെർലിൻ, ഡി പോളിയസ്റ്റർ. ഉത്തരം ഓപ്ഷൻ ബി പോളിത്തീൻ. മൂന്നാമത്തെ ചോദ്യം: ആൻറ്റിബയോട്ടിക് ആയി ഉപയോഗിക്കുന്ന മരുന്ന്. ഓപ്ഷൻസ്: എ ആസ്പിരിൻ, ബി അമോക്സിലിൻ, സി പാരസെറ്റമോൾ, ഡി ഡെറ്റോൾ. ഉത്തരം ഓപ്ഷൻ ബി അമോക്സിലിൻ. നാലാമത്തെ ചോദ്യം: ആദ്യമായി ശുക്രതരണം പ്രവചിച്ചത്. ഓപ്ഷൻസ്: എ കെപ്ലർ, ബി ഗലീലിയോ, സി കോപ്പർനിക്കസ്, ഡി ടോളമി. ഉത്തരം ഓപ്ഷൻ എ കെപ്ലർ. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം. ഓപ്ഷൻസ്: എ കൊച്ചി, ബി മറാത്ത, സി ജുനഗഡ്, ഡി പഞ്ചാബ്. ഉത്തരം ഓപ്ഷൻ സി ജുനഗഡ്. ആറാമത്തെ ചോദ്യം: ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. കാരണം. ഓപ്ഷൻസ്: എ ഉയർന്ന കലോറിഫിക് മൂല്യം, ബി സ്ഫോടന സാധ്യത, സി ഏറ്റവും ചെറിയ ആറ്റം, ഡി ലഭ്യതക്കുറവ്. ഉത്തരം ഓപ്ഷൻ ബി സ്ഫോടന സാധ്യത. ഏഴാമത്തെ ചോദ്യം: STPയിൽ 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം. ഓപ്ഷൻസ്: എ 22.4 ലിറ്റർ, ബി 224 ലിറ്റർ, സി 112 ലിറ്റർ, ഡി 2.24 ലിറ്റർ. ഉത്തരം ഓപ്ഷൻ ബി 224 ലിറ്റർ. എട്ടാമത്തെ ചോദ്യം: ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപയോക്താവായ സംസ്ഥാനം. ഓപ്ഷൻസ്: എ മഹാരാഷ്ട്ര, ബി മധ്യപ്രദേശ്, സി ബീഹാർ, ഡി രാജസ്ഥാൻ. ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഒൻപതാമത്തെ ചോദ്യം: ഇൽത്തുമിഷ് ഏത് വംശത്തിൽപ്പെട്ട ഭരണാധികാരിയാണ്? ഓപ്ഷൻസ്: എ മുഗൾ വംശം, ബി സൂർ വംശം, സി അടിമ വംശം, ഡി ലോധി വംശം. ഉത്തരം ഓപ്ഷൻ സി അടിമ വംശം. പത്താമത്തെ ചോദ്യം: മത്സ്യബന്ധനം പ്രധാന ഉപജീവന മാർഗമാക്കിയിരുന്ന പ്രാചീന കേരളത്തിലെ തിണ. ഓപ്ഷൻസ്: എ നെയ്തൽ, ബി കുറിഞ്ചി, സി മുല്ലൈ, ഡി മരുതം. ഉത്തരം ഓപ്ഷൻ എ നെയ്തൽ. പതിനൊന്നാമത്തെ ചോദ്യം: റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻസ്: എ ഓം, ബി ഓം മീറ്റർ, സി ഫാരഡ്, ഡി ഹെൻറി. ഉത്തരം ഓപ്ഷൻ ബി ഓം മീറ്റർ. പന്ത്രണ്ടാമത്തെ ചോദ്യം: ബോറ ഗുഹ ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻസ്: എ കർണാടക, ബി ആന്ധ്രാപ്രദേശ്, സി മധ്യപ്രദേശ്, ഡി മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. പതിമൂന്നാമത്തെ ചോദ്യം: പൂർവ തീര റെയിൽവേയുടെ ആസ്ഥാനം. ഓപ്ഷൻസ്: എ ഭുവനേശ്വർ, ബി ബിലാസ്പൂർ, സി കൊൽക്കത്ത, ഡി മാലിഗാവ്. ഉത്തരം ഓപ്ഷൻ എ ഭുവനേശ്വർ. പതിനാലാമത്തെ ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ്: എ 1990, ബി 1992, സി 1993, ഡി 1994. ഉത്തരം ഓപ്ഷൻ സി 1993. പതിനഞ്ചാമത്തെ ചോദ്യം: ലോകത്തിലെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം. ഓപ്ഷൻസ്: എ ടൈറോസ്, ബി എക്കോ, സി എക്സ്പ്ലോറർ, ഡി ഏർലി ബേർഡ്. ഉത്തരം ഓപ്ഷൻ എ ടൈറോസ്. പതിനാറാമത്തെ ചോദ്യം: സാർക്കിൻ്റെ സ്ഥിരം സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ്: എ ധാക്ക, ബി ഡൽഹി, സി കാഠ്മണ്ഡു, ഡി ഇസ്ലാമാബാദ്. ഉത്തരം ഓപ്ഷൻ സി കാഠ്മണ്ഡു. പതിനേഴാമത്തെ ചോദ്യം: അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് എതിരെ നൽകാവുന്ന റിട്ട്. ഓപ്ഷൻസ്: എ മാൻഡമസ്,
ബി പ്രൊഹിബിഷൻ, സി ഹേബിയസ് കോർപ്പസ്, ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ക്വോ വാറന്റോ ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. 18ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ 330 മുതൽ 342 വരെ വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം. ഓപ്ഷൻസ്: എ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ബി പട്ടികജാതി പട്ടികവർഗ വിഭാഗം, സി പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, ഡി പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി പട്ടികജാതി പട്ടികവർഗ വിഭാഗം. 19ാമത്തെ ചോദ്യം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഓപ്ഷൻസ്: എ ചട്ടമ്പി സ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, സി വാഗ്ഭടാനന്ദൻ, ഡി ദയാനന്ദ സരസ്വതി. ഉത്തരം ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. അവസാനത്തെ ചോദ്യം. അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ്. ഓപ്ഷൻസ്: എ ടോൾസ്റ്റോയ്, ബി മേരി റോയ്, സി എബ്രഹാം ലിങ്കൺ, ഡി ജോൺ റസ്കിൻ. ഉത്തരം ഓപ്ഷൻ ഡി ജോൺ റസ്കിൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുൻവർഷ ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഷോർട്സായോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയോ എല്ലാ ദിവസവും ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.